தம்பி ஒரு டீ கொடு. டேய் சாருக்கு ஒரு டீ போடுறா. சார் டீ. டேய் முனியாண்டி சொன்ன வேற எதுவும் செய்ய மாட்டேங்கிற நீ. கடை மூடு, மழை ஜாஸ்தியாக வருதுல்ல, வெயிட்டெல்லாம் வாஷ் பண்ணு சீக்கிரம். அண்ணா அந்த பையன். டேய் பையா நீ உன் வீட்டுக்கு போடா. சார் இந்தாடா கிளாஸ், சீக்கிரம் வாஷ் பண்ணி கீழே கிடந்துருச்சு சார். உன் பேர் என்ன? சக்தி. சக்தி ஏதாவது சாப்பிட்டாச்சா? இல்லைங்க. இங்க சாப்பிடுறதுக்கு ஏதாவது இருக்கா? ஒண்ணுமே இல்லை சார், எல்லாமே தீஞ்சு போச்சு சார். டேய் சீக்கிரம் கடை க்ளோஸ் பண்றா. நீ வருத என் கூட, சாப்பாடு வாங்கி தரேன். சரி வா. നീ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോടി? കൊടുത്തു. ആരാ എന്താന്നറിയാതെ വഴിയെ പോന്ന ചെക്കൻ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? എടി നമ്മുടെ മോനൊരു കൂട്ട് വേണം, താങ്ങും തണലുമായിട്ട് ഒരുത്തൻ. നീ നോക്കിക്കോ, അവൻ മിടുക്കനാ. അയ്യോ അയ്യോ പൊടിച്ച നാട്ടിലെ കള്ള വെണ്ണ കള്ള കുട്ടിയും കോലും കളി കളിച്ചു നോക്കടാ ചുള്ള നല്ല ചുള്ള കുട്ടിയും കോലും ചെട പിടിച്ച പോലെടാ മുട്ടൻ കൂട്ടുകെട്ടാ. സടകുടഞ്ഞു പുലി മട തെരഞ്ഞു കൊടുമുടി കടന്ന പടയാ, കരിമുകിലെടുത്ത് കലി കലി പിടിച്ചു മല മല മറിച്ച പടയാ, വെടിയടിച്ചു നടുവൊടിച്ചു കൊടി കൊടി പിടിച്ച പൊടിയാ, കുട കുട മുടച്ചു മടമടയടിച്ചു കടമധികമുള്ള മടയാ. സദമുറി നഴിയേറ്റിയാരങ്കണ്ണാമിനി സൊല്ലോ സൊല്ലോ ചൊല്ലാതോരോ വില്ലെടുക്കാം. ഇട്ടാവട്ട ചേട്ടന്മാരെ വീട്ടിപ്പൊക്കോ, ഇടിവെട്ടാ ഞങ്ങൾ കെട്ടും കെട്ടി വേഗം വിട്ടോ. സടകുടഞ്ഞു പുലി മട തെരഞ്ഞു കൊടുമുടി കടന്ന പടയാ, കരിമുകിലെടുത്ത് കലി കലി പിടിച്ചു മല മല മറിച്ച പടയാ, വെടിയടിച്ചു നടുവൊടിച്ചു കൊടി കൊടി പിടിച്ച പൊടിയാ, കുട കുട മുടച്ചു മടമടയടിച്ചു കടമധികമുള്ള മടയാ. കുട്ടിയും കോലും കടി കടുത്ത കൂട്ടടാ കുട്ടാ പൊന്നു കുട്ടാ, കുട്ടിയും കോലും പൊടി പൊടിച്ച നാട്ടിലെ കള്ള വെണ്ണ കള്ള കുട്ടിയും കോലും കളി കളിച്ചു നോക്കടാ ചുള്ള നല്ല ചുള്ള കുട്ടിയും കോലും ചെട പിടിച്ച പോലെടാ മുട്ടൻ കൂട്ടുകെട്ടാ. പള്ളിക്കൂടം വിട്ടാലോ തെങ്ങിൻ തോപ്പിൽ കൂടാൻ വാ ഇഷ്ട പൊന്നിഷ്ട. ഒറ്റ തെങ്ങു ചൊല്ലേണം തുന്നം പാടി തോറ്റാലോ കഷ്ട. ഷോ കഷ്ടം വടിയൊടിയണ നോക്കാതെ ചടപട ഇനി വീക്കാടാ, അടിപൊളി പൊളി വില്ലിനെണ്ണം കെട്ടിക്കൂട്ടാം വല്യേട്ടാ. കുടവയറഞ്ഞ വീറാടാ കുട കുടയോടാനായി പടയണിയുടെ മട്ടിൽ കൈയും കെട്ടിക്കൂടാം കൊച്ചേട്ടാ. സടകുടഞ്ഞു പുലി മട തെരഞ്ഞു കൊടുമുടി കടന്ന പടയാ, കരിമുകിലെടുത്ത് കലി കലി പിടിച്ചു മല മല മറിച്ച പടയാ.
കേളൊട്ടും പണ്ടത്തെ നാടൻ പാട്ടിൽ നീയുണ്ടേ കുട്ടി. എടാ കുട്ടി, നിന്നെ തോണ്ടാനെത്തിയിടും മുട്ടന്മാരെ തട്ടും ഞാൻ. തിത്തേ തകതിത്തേ പണിമതി ഇനി അമ്മാവാ, ഇവനൊരു പൊടി നേതാവാ. കണി തരും അത് കണ്ടാലയ്യോ പിന്നെ പിന്നെ പൊല്ലാപ്പാ. കുഴി കുഴിയട നാണപ്പാ, ഒരു ചെറുപടി വെച്ചോടാ. കളി 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 പാളിപ്പോയാൽ എങ്ങോട്ടേലും വിട്ടോടാ. ഹലോ, വിനു വന്നോ അവിടെ? ഇല്ല മാഡം, വിനായകൻ സാർ എത്തിയിട്ടില്ല. അവൻ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ശരി, വന്നാലുടനെ എന്നെ വിളിക്കാൻ പറയണം. ശരി മാഡം, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് സർ. ആ അമ്മേ, വിനായകനോ? ഇല്ല, വിളിച്ചില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാ. ഇന്ന് വിനായകന്റെ 3 കേസിന്റെ ഹിയറിംഗാ. ഞാൻ അതിന്റെ ടെൻഷനില്ല. വിളിക്കുമ്പോ ഉടനെ എന്നെ വിളിക്കാൻ പറയണേ. ഞാനാ? വിനായകൻ എങ്ങനെ അവിടെ വന്നോ? ഇവനിത് എവിടെ പോയി കിടക്ക? എന്തായി? ഓഫീസുകളിലൊന്നും എത്തിയിട്ടില്ല തിരുമേനി. ആൾക്കല്പം ചുറ്റലും കറങ്ങലും കൂടുതലാണല്ലേ? ഉവ്വ്, അതുകൊണ്ടാ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ആ കുട്ടിയുടെ പേര്? ഇന്ദു. നാള്? മകം. മകം പൂരം ഉത്രം. കുഞ്ഞുനാളിലെ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലേ? അതെ, അതേന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഈ നിൽക്കുന്ന സുഭദ്രയ്ക്ക് ആൺകുട്ടിയും മാധവന് പെൺകുട്ടി ഉണ്ടായപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാ. അപ്പോ സഹോദരന്റെ മകൾ, അതായത് വിനായകന്റെ മുറപ്പെണ്ണ് നോക്കാം. ആഗ്രഹിക്കാനല്ലേ നമുക്കൊക്കെ സാധിക്കൂ സുഭദ്രാമേ. അത് നടത്തി തരേണ്ടത് അവിടുന്നാ. തടസ്സങ്ങൾ എന്തെങ്കിലും? അതു മാത്രമേ കാണുന്നുള്ളൂ. അതും വെറും തടസ്സമല്ല, അപമൃത്യു വരെ കാണുന്നുണ്ട്. ഈശ്വരാ, എന്തെങ്കിലും പ്രതിവിധി? ഈശ്വര ചിന്തയും സൽക്കർമ്മങ്ങളും കുറെ ദോഷങ്ങള് അങ്ങനെ മാറിക്കിട്ടും. പിന്നെ കുറെ വഴിപാടുകളും പൂജയുണ്ട്. അത് ഞാൻ കുറിച്ചു തരാം. ആളെവിടേക്കെന്ന് പറഞ്ഞാ യാത്രയായത്? പഴനിക്ക് കാവടി എടുക്കണമെന്ന് പറഞ്ഞാ പോയത്. ദോഷങ്ങൾ മാറാൻ ഈ പോരിക്കുന്ന സ്ഥലം വളരെ നല്ലതാ. ആ, ഞാൻ ക്ലബിലാടാ, എന്നെ വിളിക്കാം. ഇറ്റ്സ് ഫോർ യു. പളനിച്ചാമിയുടെ കളസമെന്ന് കീറും. ആളെ അറിയില്ലേ? ഇല്ലേ? ഈ ലോകത്തെ സകല പോക്രിത്തരങ്ങൾ ഉരുട്ടിയെടുത്ത അനുഭവമായിരിക്കുന്നേ. അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട, കോടീശ്വരനാ വിനായകൻ, ഏഴിമല വിനായകൻ. അബൂട്ടി, എടുത്ത് മാറ്റടാ. இனி ஒரு ரவுண்டோட உங்களால தாங்க முடியுமா? ஏய் நக்கலா, போடுறா காசு.
எங்க பணத்தை சுருட்டிட்டு போறியா? നിനക്ക് വല്ലതും പറ്റിയോ? டேய் வாங்கடா இங்க. சும்மா சக்தி சக்தின்னு கூப்பிட்டா வராது, அது உடம்புக்குள்ள இருந்து வரணும், புரிஞ்சுதா? ഇത് മാർക്ക്, ഏഴിമല വിനായകനുടെ ട്രേഡ് മാർക്ക്. കൊളുത്തിടുവേ. പോലീസ് സ്കൂട്ട്. സുഖയില്ലാത്ത എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ പൊന്നെണ്ണ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. കാശ് ഞാൻ തന്നോളാം. തീർത്ത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാ പറയുന്നത് സത്യമാണ്. இன்னைக்கு என் காசு கிடைக்கல, இந்த கிழவனை சேர்த்து உங்களை வீட்டால கொண்டுருவேன். ஜாக்கிரதை. വയ്യാത്ത എന്റെ അച്ഛനെ വിട്ടേക്ക്. കാശ് ഞാൻ എങ്ങനെയും തന്നോളാം. எத்தனை தடவை நான் வட்டி கேக்குறது? முதல்ல போட்டோம், வட்டி கூட கிடைக்கலன்னு நான் என்னடா பண்ணுவேன்? சாவகாசம் என்னது? கொஞ்சம் டைம் வேணும்னு கேக்குறாங்க. നീ വെറുതെ പേടിച്ച്. വഴി തീർന്നു. ഇനിയിപ്പോ ഇവിടെ കയറ്റി തിരിക്കാം. ശരി. ഇവിടെയും പണിയായി. അതൊക്കെയാണ്. ഒന്ന് ഇറങ്ങി നോക്കി പിന്നോട്ടാ.
யாரா இவன்? அண்ணா இவனை எனக்கு தெரியும். இவன் தான் ஏழுமலை விநாயகர். இப்படி இருக்கான்னு நினைக்காதீங்க, இவன் கொஞ்சம் டேஞ்சர். വിനായക, മുതലും പലിശയടക്കം 3.5 ലക്ഷം രൂപ ഞാൻ ഇയൊക്കെ കൊടുക്കാനുണ്ട്. പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം. അതിനെനിക്ക് 1 മാസത്തെ അവധിയെങ്കിലും വാങ്ങിച്ചു തരണം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. നമ്മുടെ കയ്യിലുള്ള കാശ് ഇവർ കൊടുത്താലോ? ഞാനും അത് പറയാതിരിക്കായിരുന്നു. പോലീസ് എന്തായാലും പുറയിലുണ്ട്. ഈ കാശ് ഇപ്പം മാറ്റുന്നതാ ബുദ്ധി. ഓ പാണ്ഡ്യ, എത്രയുണ്ടെന്നറിയില്ല, തരുന്നത് വിനായകനാ. അതെ, കൂടിയാലും കുറഞ്ഞാലും കണക്ക് കണക്കായിരിക്കണം. ലാഭട്ട അതേടാ. பாக்கி பணம் ஆளை வச்சு மாற்ற கூடாது. തുടിച്ചിട്ട് വരുന്നു. ഇതുകൊണ്ട് ഇന്നങ്ങ് തൃപ്തി ആയേക്കണേ. ഒരാഴ്ചത്തേക്കുള്ള സാധനമാണ്. എടാ ശശി, ആ ഓല മുഴുവൻ അവന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്ക്. അയ്യോ, അമ്മ കണ്ട്. എന്നാടാ മൊത്തം ഇവിടെ തിന്ന് കയറ്റി. എന്റെ വിധി അല്ലാതെന്താ. എടാ കേശവ, ഞാൻ ഈ തന്ന ഓല മുഴുവൻ ഇവിടെ നീ തിന്ന് കയറ്റിയിട്ട് എന്നേക്കാൾ വലിയ പിണ്ടം നീ ഇടല്ലേ. അതെടുത്താ ഞാൻ ഈ കോലത്തിലായത്. നീ ഈ ആടിനെയും മുയലിനെയും കണ്ടിട്ടില്ലേ? അതൊക്കെ ഇടുന്ന ചെറിയ പീസുകളല്ലേ. അതുപോലെ പോരെ നിനക്കും. അതാകുമ്പോ നിനക്ക് ഇടാനും സുഖം, എനിക്ക് വാരാനും സുഖം. അങ്ങനെ 2 പേർക്കും മൊത്തത്തിലൊരു സുഖം. ആ വരുന്നുണ്ടല്ലോ. നമ്മക്കൊക്കെ എന്തോടാ സുഖം. സുഖിമാന്മാര് വരുന്ന കണ്ടോ, ചീറിപ്പാഞ്ഞ്. നിക്കടാ അവിടെ. എവിടായിരുന്നു ഇതുവരെ? പഴനിയില്, പിന്നെ അവിടുന്ന് എവിടേക്കടാ? രാമേശ്വരം. രാമേശ്വരം. പഴനിയിലോ രാമേശ്വരത്തോ അതോ ഗോകർണത്തിലോ? ശക്തി, അല്ലമ്മേ, പഴനി പോയതിനു ശേഷം പിന്നെ രാമേശ്വരത്ത് പോണെന്ന് പറഞ്ഞപ്പോ വിനായകന് മതി നിർത്ത്. കുമാരാ, എന്തോ അതാരാ? ഇയാളെന്താ ഇവിടെ? ആരാമ്മ ഇത്? നിങ്ങൾ ചെയ്ത സഹായത്തിന് നന്ദി പറയാൻ വന്നതാ ഇയാള്. ആ പാണ്ഡ്യന്റെ ശല്യം സഹിക്ക വയ്യാതെ ചത്താലോ എന്നുവരെ ചിന്തിച്ചതാ ഞങ്ങള്. അന്നേരാ ദൈവമായിട്ട് ഈ കുഞ്ഞവിടെ വന്നതും ഈ പണം തന്നതും. ഞങ്ങളുടെ ജീവനും മാനവും രക്ഷിച്ച കുഞ്ഞിനോട് ഇന്ന് തന്നെ ഇവിടെ വന്ന് നന്ദി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ വന്നത്. നന്ദിയുണ്ട് കുഞ്ഞെ, നന്ദിയുണ്ട്. കൊടുക്കാനുള്ളത് കഴിച്ചിട്ട് 65,500 രൂപ ബാക്കിയുണ്ട് കുഞ്ഞെ. ഇതാ, മറക്കില്ല. ആജീവനാന്തം ഞാൻ ഈ മനുഷ്യ എങ്ങോട്ട് വരി. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. എടാ, നാടും ചുറ്റി നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ച് നടന്നോ? ഇവിടുത്തെ കാര്യത്തിന് വിളിച്ചാ നിന്നെ ഒരിക്കലും കിട്ടില്ല. എത്ര പ്രാവശ്യം പറഞ്ഞാലും നന്നാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ഒരു കുട്ടിയും കോലും വന്നിരിക്കും. ഞാൻ അമ്മയെ കണ്ടോളാം. അമ്മേ, നീയും എന്നോട് നുണ പറഞ്ഞു തുടങ്ങിയില്ലേ? പഴനിക്ക് പോയി കാവടി എടുക്കാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾ 2 പേരോടും കൂടി ഞാൻ പറഞ്ഞതല്ലേ കിഴക്കേമടം വരുമ്പോ ഇവിടെ കാണണമെന്ന്. അവന്റെ വിവാഹത്തിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അതിനിടയിലാ നിങ്ങളുടെയൊക്കെ നാട് നിരങ്ങല്. എന്തായി? എവിടാ അവൻ, ആ ദാനധർമ്മിഷ്ഠൻ? ഞാൻ അവനെ ഒന്ന് കാണട്ടെ.
ഞാനിവിടെ ഉണ്ട്. ഇനി നിന്റെ ചട്ടമ്പിത്തരങ്ങളൊക്കെ മാറ്റി വെക്കുന്നതാ നല്ലത്. നോക്ക്, നിന്നെ അനുസരിപ്പിക്കാനും നേർവഴിക്ക് നടത്താനും കഴിവുള്ളവള് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? ഇന്ദു. ആ പിന്നെ അവള് 3-4 തവണ വിളിച്ചിരുന്നു. രാവിലെ എത്തും, നീ പോയി കൂട്ടിക്കൊണ്ടുവരണം. മാധവേട്ടൻ ഇങ്ങോട്ട് വരുമോന്നറിയില്ല. ഏതായാലും വിളിച്ചു നോക്ക്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ കൊച്ചു തമ്പുരാന് ബുദ്ധിമുട്ട് വല്ലതാവോ? എന്താടോ? കണ്ട് ഞാൻ കണ്ട്. എന്ത് കണ്ടെന്നോ? എന്റെ വിനുവണ്ണ, മതപ്പാട് ആനയ്ക്ക് വന്നാലും മനുഷ്യർക്ക് വന്നാലും ഈ ശശി മണത്തറിയും. നല്ല മണമുണ്ട് കേട്ടോണ്ണ. തലന്ന് പോയി. ഞാൻ പോവും, പക്ഷെ മതം പൊട്ടാ നോക്കണേ എണ്ണ. അവിടെ എന്താ ബഹളം? വിനായക, അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എന്തിനാണ് പറയുന്നത്? പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നു. മാഡം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. ഈ കുട്ടി വെറുതെ പറയുന്ന. ദയവീതി ഞാനീ പറയുന്നത് കേൾക്ക് മാഡം. വിനായക, ഇത് നല്ലൊരു അവസരമാണ്. എന്ത് വന്ന് കാണുമ്പോ നീ ഹീറോ ആയി ഷൈൻ ചെയ്ത് നിൽക്കുന്നത് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ഇടപെട്ടാലോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജിമുണ്ടല്ലേ, വിനുവണ്ണ ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം. പിന്നല്ലാതെ. വണ്ടി എറാ. എന്താണ് പ്രശ്നം? എന്തിനാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ സ്റ്റഡി ടൂർ കഴിഞ്ഞ് വന്നതാ. ഇയാൾ ഈ കുട്ടിയെ ശല്യം ചെയ്തു. നിന്റെ ഒരു പാന്റ് ഇങ്ങോട്ടോ, ആരും കാണുന്നില്ല. കൈമള് കാറയക്കാന്ന് പറഞ്ഞതാണല്ലോ. വിനായകേട്ടൻ വന്നില്ലേ? ഞാൻ സുബമ്മയെ വിളിച്ച് പറഞ്ഞതാണല്ലോ. ഞാൻ പറയട്ടെ. പെൺകുട്ടി കയറി പിടിച്ചു. ചോദിച്ചു നോക്ക്. ഞാനല്ല സർ, ഇവരെല്ലാം കൂടെ വെറുതെ ഇരിക്കുവാ സർ. നീയൊക്കെ ആരാടാ? സദാചാര പോലീസ്. സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. അന്നാണ് പറയണേക്ക് സാറേ നിങ്ങള്. ഇതുവരെ ടീച്ചറാ, ഒന്ന് ചോദിച്ചു നോക്ക് സാറേ. നേരാണോ ടീച്ചറെ? അയ്യോ, ഞങ്ങളെ ഒന്ന് ഒഴിവാക്കിയേ സാറേ. ഇവരെല്ലാരും കൂടെ ഇടിച്ചത്. സാറേ, ഇത് ഏഴിമല വിനായകനാ. ഏഴിമല വിനായകനൊന്നും എനിക്കറിയണ്ട. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. കേറല്ലേ? എന്താ അവിടെ? പെണ്ണിനെ കയറി പിടിച്ചാൽ അവരെ പോലീസ് നോക്കിയതാ. നേരിട്ട് കണ്ടപ്പോ വിശ്വാസമായല്ലോ. മറ്റിടത്തൊരു ഐഡിയ.
അരിക്കുട്ടൻ വന്നല്ലോ. അങ്ങളെ അച്ഛൻ വന്നല്ലേ മോനെ? അച്ഛൻ കാവൽ വീട്ടിലുണ്ട്. ഞാൻ താമസിച്ചോ? ഇല്ല ഭാഗ്യം കൊടുക്കോ? വേണോ ഞാൻ വെക്കാം പ്ലീസ്. എന്ത് കഷ്ടം. വന്നേ വാ മോളെ. ആന്റി കേൾക്കോ? എന്ത് നീ കേറ, നല്ല വണ്ടി പോകുള്ളൂ. സൂക്ഷിക്കണേ. ഞാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഏയ് എന്ത് ബുദ്ധിമുട്ട്? തന്റെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. ഇത്രയൊക്കെ താൻ ചെയ്തല്ലോ, അതിന് ധാരാളം. ഇന്ദു ബിടെക് കംപ്ലീറ്റ് ചെയ്തല്ലേ? നന്നായി. ഹരിക്കുട്ട, പൈസ കൊടുത്താൽ ലോറിക്കാരെ വിട്. ചെല്ലേ. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരാൻ? അതിന് ഇവളുടെ ചേച്ചി സമ്മതിക്കണ്ടേ? ഇന്ദുവിന്റെ പഠിപ്പ് കഴിഞ്ഞ് പോയാൽ മതി എന്ന് ഒരേ ഒരു നിർബന്ധം. ആപത്ത് കാലത്ത് സഹായിച്ചവരല്ലേ, നമുക്ക് മറുത്ത് പറയാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. താൻ ക്വാറിയിലേക്ക് വാ, പറയാനുണ്ട്. ഓ ആയിക്കോട്ടെ. ഇന്ദുവും അമ്മയും സമയം കിട്ടുമ്പോ ഇറങ്ങ വീട്ടിലേക്ക്. ശരി വരട്ടെ. പെങ്ങളെത്തിയല്ലോ. നമസ്കാരം കൈമളേട്ടാ. നമസ്കാരം. ഞാൻ ഓർക്കായിരുന്നു സൂതിരാമ്മയെ കണ്ടില്ലല്ലോ മേനോച്ചാ. ഏട്ടൻ അങ്ങോട്ട് വരില്ല എന്നറിയാം, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അയ്യോ എന്റെ നാത്തൂനെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വാശിയാ. വാശി ആരോടാ? എന്നോടാണോ അതോ എന്റെ കുഞ്ഞിനോടോ? എനിക്ക് ആരോടും വാശിയും വൈരാഗ്യമൊന്നുമില്ല. ഒന്ന് കുളിക്കട്ടെ. നീ വല്ലാണ്ടങ്ങ് മാറിപ്പോയല്ലോ. എത്ര നീളമുണ്ടായിരുന്ന മുടിയാ, ഒക്കെ മുറിച്ചു കളഞ്ഞു. ബാംഗ്ലൂർ സ്റ്റൈൽ ഇതാന്നാ ഇവള് പറയുന്നത്. ഏട്ടനതിന് കുറെ വഴക്കം പറഞ്ഞു. അല്ല, നാത്തോനും മുടി വെട്ടിയിട്ടുണ്ടല്ലോ, ഇത് എവിടുത്തെ സ്റ്റൈലാണാവോ? അത് പിന്നെ നാടോടുമ്പോ നാടുപോയി ഓടണ്ടേ നാത്തൂനെ. എങ്ങനെയുണ്ട് സ്റ്റൈൽ അടിക്കുന്ന? അല്ല വിനായകനെന്തേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയില്ലേ? എപ്പോഴേ ഇറങ്ങി. തെറ്റുകാർ അവരല്ലെന്ന് മനസ്സിലായപ്പോ SI ഒരുപാട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് ആളെവിടെ? വീട്ടിലിരിപ്പുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവരാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലാ. അല്പം മുൻചുണ്ടിയും കുസൃതിയും ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആള് വെറും പാവാ. പെണ്ണിന് ശ്വാസം വീണത് ഇപ്പഴാ. മോളെ കണ്ടില്ലെന്ന് പറഞ്ഞ് സങ്കടത്തിലായിരുന്നു. ആണോ? സുബമ്മേ, ഇത് എന്റെ കൂട്ടുകാരി സുജ. എനിക്ക് ഇവിടെ ഉള്ള ഒരേ ഒരു കൂട്ടുകാരിയാ. നീ ഇത്തിരി തടിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ് വന്ന അന്ന് മുതലുള്ള അമ്മയുടെ പരിപോഷിപ്പിക്കില്ല. വല്ലാണ്ടങ്ങ് തടിച്ചോ ഞാൻ? ഒന്ന് പോടി അവിടുന്ന്. കഴിക്കണമെന്നും കിട്ടിയില്ലേ? ഇല്ല, ഒന്നും കിട്ടിയില്ല. എന്റെ മേനോച്ച, ഞാൻ നേടിയതെല്ലാം ഈ പാറ പൊട്ടിച്ച് തന്നെ. സത്യത്തിൽ എനിക്ക് വിഷമുണ്ട് കൈമളെ. താൻ ഇങ്ങനെ പാറ പൊട്ടിച്ച് കാശുണ്ടാക്കുമ്പോൾ അതുപോലൊരു ഭൂമി തൊട്ടടുത്ത് വെറുതെ ഇട്ടിട്ട് കടക്കാരനായിട്ട് കഴിയാനാണല്ലോ എൻ്റെ വിധി. അങ്ങനെയൊന്നും വിചാരിക്കണ്ടോ, ഒക്കെ ശരിയായിക്കോളും. തനിക്കറിയില്ല കൈമളെ എൻ്റെ പ്രശ്നങ്ങൾ. ആ ഗൗഡ എന്നാണ് വാളും പരിചാടി ഇങ്ങോട്ട് വരുന്നെന്ന പേടിയില്ല ഞാൻ. 1ഉം 2ഉം അല്ല, രൂപ 7 ലക്ഷം അതിൻ്റെ പലിശ എന്നെ അയാൾക്ക് കൊടുക്കാനുള്ളത്. സത്യം പറയാമല്ലോ, അയാളുടെ കണ്ണ് വിട്ടിച്ച് ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങിയതാ ഞാൻ. എന്തിനാണോ അങ്ങനെയൊക്കെ ചെയ്തത്? പിന്നെ ഞാൻ ഇത്രയും പണം എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? അങ്കിളിന് ഞങ്ങളുടെ ഒപ്പം നിൽക്കാവോ? പാറ പൊട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലടാ പിന്നല്ലാതെ. നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇയാളെ പോലെ തന്നെ അവകാശം ആ ഭൂമിയിൽ വിനായകനും ഉണ്ട്. അവൻ ഒപ്പിട്ട് തരാതെ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് കുറെ കഷ്ടമാ. അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് ആദായം എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാല് പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത് മേനോച്ച. ഏഴിമല തറവാട് വീതം വെച്ചപ്പോ തനിക്കും സുഭദ്രയ്ക്കും തുല്യ വീതാ കിട്ടിയത്. തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ബിസിനസ് ചെയ്ത് സ്വത്തുക്കൾ ധാരാളി കുടിച്ചു. തന്റെ പെങ്ങൾ സുഭദ്ര ആവട്ടെ ഉറുമ്പ് കൂട്ടിവെക്കുന്ന പോലെ കൂട്ടിവെച്ച് നല്ല നിലയിലുമായി. എടോ, അന്ന് ഭാഗം വെച്ചപ്പോ താൻ തന്നെയല്ലേ പറഞ്ഞത് അളവ് കൃത്യമാക്കാൻ ഈ പാറഭൂമി തന്റെയും വിനായകന്റെ പേരിൽ എഴുതാൻ? ബുദ്ധിയുള്ള ശേഖരമേനോൻ അന്നത് ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അറിഞ്ഞോ കൈമളെ, പുല്ല് പോലും മുളയ്ക്കാത്ത ഭൂമി ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുമെന്ന്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയേ തോന്നുന്നുള്ളൂ. താൻ ചൂടാവരുത്. താൻ കാര്യം പറ കൈമളെ. പണ്ടേ നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ വിനായകന് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം. താൻ എന്നീ പറയുന്നത് വേറെ വല്ല കാര്യം പറ. അങ്കിള് പറഞ്ഞ ശരിയാച്ചേ. പണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഇന്ന് എന്തുവിനും അവന് ഇഷ്ടമാണോന്നുണ്ടോ? എന്തായാലും വിനായകനെ ഇപ്പൊ പിണക്കുന്ന ബുദ്ധിയല്ല. പാറ പൊട്ടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. കാഷ് ഞാൻ തൻ്റെ വീട്ടിലെത്തിക്കും. അതോടെ തൻ്റെ കഷ്ടപ്പാടെല്ലാം മാറുകയും ചെയ്യും. താൻ അവൻ്റെ ഒരു ഒപ്പ് മാത്രം വാങ്ങിച്ചു തന്നാൽ മതി.
അവൻ ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടോ, തന്റെ ഈ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് അവനോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കേ, ചിലപ്പോ കാര്യം നടക്കും. നീ പിണങ്ങിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല ശശി. സസ്പെൻഷൻ 5-6 ആന നിരാകാരം കിടക്കുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അയ്യോ, അങ്ങനെ അമർത്തി തേക്കല്ലേ, എന്റെ കുഞ്ഞിന്റെ തൊലി ഉരിഞ്ഞു പോകും. ഇങ്ങനെയാണോ ആനെ കുളിപ്പിക്കുന്നത്? ശരീരത്തിലെ ശക്തി, പേരിലെ ശക്തി, പ്രവൃത്തിയിൽ അത് കാണില്ലല്ലോ. ഒന്ന് അമർത്തി തേക്കടാ അങ്ങോട്ട്. ഞാൻ പാപ്പനല്ലോ. അല്ല, പാപ്പനല്ല, എനിക്കറിയാം. ഇതാടാ കണിക്കുന്നേ. അടങ്ങിയിരി. ഞാൻ അടങ്ങിയിരുന്ന ആനെ വിളിക്കൂ അല്ലേ? നീയോ കുളിപ്പിക്കുകയില്ല, അവന്മാരെങ്കിലും കുളിപ്പിക്കട്ടെ. വീണോട്ടാ, ഇതാരാ വരുന്നു നോക്കി. എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ശക്തി വിശേഷങ്ങള്? സുഖം. അബൂട്ടിയും ബാബും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. വീട്ടിലോട്ടൊന്ന് പോവാറില്ലേ? ഇടയ്ക്കൊക്കെ പോണം. ഇല്ല, വീട്ടുകാരും മറന്നു പോകും. അല്ല, ഇതാരൊക്കെയാ? കൊള്ളാം. ഞാൻ അവിടെ വന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അതെങ്ങനെയാ? വന്ന അന്ന് മുതൽ ഏട്ടനെ തിരക്കോട് തിരക്കാം. ഇന്ദുമോള് നമ്മളെയൊക്കെ അങ്ങ് മറന്നല്ലേ? ഞാനാരെ മറന്നിട്ടൊന്നുമില്ല, പക്ഷെ മറന്ന പലരും ഉണ്ട് ഇവിടെ. വിനായകൻ എനിക്കൊരു കോള് പോലും ചെയ്തില്ലല്ലോ. ഇത്രയ്ക്കേ ഉള്ളൂ എല്ലാവരുടെ സ്നേഹം. നീ അകത്തിയൊന്നും വല്ലതും എടുത്ത് കഴിക്കും. എന്താടി കളിക്കുന്നേ? ഏട്ടൻ എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ്? വരും, വിളിക്കടാ. ഇത്രയും ചട വേണ്ട കേട്ടോ. എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ തോന്നി. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ദുവിനെ പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലെ കൗസല്യയുടെ ചേച്ചി കുറെ കാശ് ചെലവാക്കി. വീണ്ടും അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കുറച്ച് കാശ് പലിശക്കെടുത്തു. അതിപ്പോ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. തീരുമാനമാകാതെ കിടക്കുന്ന നമ്മുടെ ആ പാറയപ്പറമ്പ് നീ എനിക്ക് എഴുതി തരണം. പാറ പൊട്ടിച്ച് കാശുണ്ടാക്കാൻ എനിക്കും അറിയാം. പണ്ടിത് ചോദിച്ചപ്പോഴും ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്ത്? എൻ്റെ ഇന്ദുവിൻ്റെ വിവാഹം. അപ്പോ കല്യാണം നടത്തി തരാതെ നീ എനിക്ക് ആ ഭൂമി എഴുതി തരികയല്ല? ഇല്ല, കടം തീർക്കാൻ അത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, വേണേൽ അത് തരാം. അത് ശരി, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ഏട്ടനകത്തേക്ക് വരുന്നില്ലേ? ഇല്ല, സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞെങ്കിൽ ഇറങ്ങി വന്നേ. ഇറങ്ങി വരാൻ. കഷ്ടമാണ്. സുമമ്മയ്ക്ക് വിഷമമുണ്ടോ? നല്ല ഉറക്കായിരുന്നു അല്ലേ? ഈ സമയത്ത് തീരെ പ്രതീക്ഷിച്ചില്ല. പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ. ചൂടാവല്ലേ? ബാംഗ്ലൂരിൽ നിന്നൊരു വിളി വന്നിരുന്നു. നമ്മുടെ ഗൗഡയുടെ ഇത്തിരി കാശ് കൊടുക്കണ്ടല്ലേ? അങ്ങേര് പറഞ്ഞു വീടും പരിസരമൊക്കെ നോക്കി വെക്കാൻ. ഈ ഷായ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നാ. ചേച്ചി, ഇത്തിരി വെള്ളം എടുത്തേ, തൊടാൻ ഇത്തിരി അച്ചാറും. ഞാൻ ഇന്ന് തന്നെ ഗൗഡെ വിളിച്ചോളാം. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് പണം ശരിയാകും. അത് ഞാൻ കൊടുത്ത് ഉടനെ ഇടപാട് തീർത്തോളാം. ഓ ആയിക്കോട്ടെ. ഇവിടെ ഈ സെറ്റപ്പിൽ ഇനി ഞങ്ങളെ ഇരുത്തരുത് മാധവേട്ട. അതായത് എന്റെ വിനുവണ്ണ, നല്ല മനസ്സുള്ള പെൺകുട്ടികളും ദിനോസറുകളും ഒരുപോലെ. എന്ന് വെച്ചാ രണ്ടൊന്ന് ഭൂമിയിൽ ജീവനോടില്ലെന്നർത്ഥം. പിന്നെ കുഴിച്ചു നോക്കിയാൽ വല്ല എല്ലും കഷ്ണം കിട്ടിയാ കിട്ടി. അങ്ങനെ വിനുവണ്ണന് കിട്ടിയ എല്ലും കഷ്ണമാണ് നമ്മുടെ ഇന്ദു. അവിടെ അച്ഛനെ പിണക്കെ ശരിയായില്ല ഒട്ടും. വിനായക, അമ്മ പറയാനുള്ളതിലും കാര്യമുണ്ട്. നമുക്ക് ഈ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ? നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഭക്തിമാർഗം. ഭക്തിരി വീഴാത്ത ഒരു പെണ്ണും ഈ ഭൂലോകത്ത് ജനിച്ചിട്ടില്ല. നമ്മുടെ അമ്മേനെ തന്നെ കണ്ടില്ലേ, ഏത് നേരം പൂജാമുറിയില്ല. അതുകൊണ്ട്
ആ വഴിക്കൊന്ന് പോയാലോ? അത് ശരിയാ വിനോട്ടാ. അതെ, നാളെ മുതൽ നീ അമ്പലത്തിൽ പോകണം, വഴിപാടുകൾ നടത്തണം, അവക്ക് വേണ്ടി കൈലാസം വരെ നടന്നു പോകണം. അപ്പോൾ അവൾ നിനക്ക് എന്ത് തരും? ഒരു ഉന്ത് തരും. എന്നെ നോക്കണ്ട, ഞാൻ ഉള്ളത് പറയും. ഈ വിരിമണം കൈലാസം വരെ നടന്നു കയറുമ്പോൾ എത്ര കൊല്ലം പിടിക്കും? എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ മിനിമം ഒരു 500 വർഷമെങ്കിലും പിടിക്കും. പിന്നെ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? അണ്ണ വേണ്ട 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 വിട്. എന്നാ പിന്നെ കൈലാസം വേണ്ട, തൊട്ടടുത്തുള്ള അമ്പലം വരെ പോകാലോ. ഞാനങ്ങ് ഒരു അമ്പലത്തിലേക്കും വരില്ല. എന്നാ അമ്പലത്തിലും കയറണ്ട, അമ്പലത്തിന് നട വരെ പോകാലോ. ഇന്ദു എല്ലാ ദിവസവും അമ്പലത്തിൽ വരും, അവളെ കാണുകയും ചെയ്യാം, ഭക്തിമാർഗം ബോധിപ്പിക്കുകയും ചെയ്യാം. എപ്പടി എന്ത് ഐഡിയ? അങ്ങനെയാണെങ്കിൽ പോവാല്ലേ? ദേവി അനുഗ്രഹിക്കും. എന്തു പറഞ്ഞു ദേവി? ജോലി ശരിയാക്കി തരൂ. നിനക്ക് ഇതൊക്കെ ഒരു തമാശയാ. എനിക്കൊരു ജോലി ശരിയായില്ലെങ്കിൽ വീട്ടിലെ കാര്യം ആകെ വഷളാവും. ഇന്ന് പുലർച്ചയ്ക്ക് 3 മണിക്ക് വന്നിരുന്നു അച്ഛൻ കാശ് കൊടുക്കാനുള്ള കുറെ പേര്. നിനക്ക് വിനായകനോട് ചോദിച്ചൂടെ കുറച്ച് പൈസ? അയാൾ തരും, ഉറപ്പാ. അതൊന്നും അച്ഛന് ഇഷ്ടാവില്ല. നിനക്കറിയാവുന്നല്ല അവരുടെ സ്നേഹം, കീരിയും പാമ്പിനെയും പോലെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു അമ്പലത്തില് തൊഴാൻ വന്നതായിരിക്കും അല്ലേ? പിന്നല്ലാതെ. അല്ല, ഹരി എന്നും തൊഴാൻ വരാറുണ്ടോ? പിന്നെ ഞാനെന്നും വരും, പക്ഷേ അമ്പലത്തിൽ കയറാറില്ലെന്ന് മാത്രം. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ ഇവിടെ വരെ വന്നിട്ട് ഒളിഞ്ഞെന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. എന്തു, ഇതെന്റെ ഫ്രണ്ട് ശ്രീകാന്ത്. ഹലോ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ട് വിടായിരുന്നു. എന്ന് മുതലാ ഹരിയുടെ വണ്ടി ടാക്സി ആയത്? അയ്യോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാരെയും കേട്ടാറില്ല. പിന്നെ മാനസികമായിട്ട് നമുക്ക് അടുപ്പമുള്ള നീ എന്താ ഇവിടെ? അത് ഈ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ച് നടക്കുന്ന പോലെ ഇവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന നിന്റെ ഉടക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിനക്കറിയാലോ വിനായകനെ. നമ്മളാരാണോ? ഇവന് കൂട്ടുവന്നതാ. കൂട്ടുവന്നതാ. നടി എന്താ കൂടെ? അമ്പലത്തിൽ തൊഴാൻ വന്നതാ. പ്രസാദം. അതെനിക്ക് മനസ്സിലായി. കണ്ണി കണ്ട മണകുണാച്ചന്മാരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വീട്ടിൽ പോടി. ഇങ്ങനൊരു സാധനം. വണ്ടി ഹലോ ഹരി, ഒന്നും പറ്റില്ല, ആരും കണ്ടില്ല കേട്ടോ. ഓ, നാണക്കേടായാലോ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ പേടിക്കണ്ട, ഇവനിട്ട് വെറും പണി കൊടുത്താ പോരാ, 8ന്റെ പണി കൊടുക്കണം. ഏതവനടാ? എങ്ങടാ വിനായകൻ? തവക്കള ഷാജി വന്നിരിക്കുന്നു പറയടാ. തവക്കള ഷാജി വന്നിരിക്കുന്നു. പോയി പറയടാ വിനായകനോട്, ഞാൻ അവനെ വെല്ലുവിളിക്കുന്നുണ്ട്. പോയി പറയടാ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് എന്റെ മോൻ കേക്കണം. നിനക്കിപ്പോ കേതുവിന്റെ അപഹാരാന്നാ കിഴക്കേ മഠം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണ്ടേടാ. അതൊന്നും നടക്കുമെന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല.
പണ്ട് പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾ ഉൾപ്പെടെ എല്ലാവരും മറന്നു. അതിനെപ്പറ്റി ആലോചിച്ച് നീ തല പൊണ്ണാക്കണ്ട. ഞാൻ അവളോട് സംസാരിക്കാം. ദൈവത്തെ ഓർത്ത് അതുവരെ നീ ഒരു കുഴപ്പത്തിനും പോവാതിരുന്നാ മതി. കുറേ വഴിപാടുകൾ ചെയ്ത് തീർക്കാനുണ്ട്. മോൻ എൻ്റെ കൂടെ അമ്പലത്തിൽ വരണം. ഞാനൊന്നും വരത്തില്ല, അമ്മ പോയാൽ മതി. വാ തുറന്ന് ദൈവം നിന്നേ പറയൂ, പിന്നെ എങ്ങനെ നന്നാവാനാ? നിന്റെ കല്യാണം നടന്നത് തന്നെ വെറുതെ സമയം കളഞ്ഞു. കേതുവിന്റെ അപഹാരല്ലേ, എങ്ങനെയാ പറഞ്ഞാ കേക്കുന്ന? വണ്ടിയടറാ. വിനായക, എടാ വിനായക, നിക്കാൻ. ഈശ്വര, ഇതിന് എന്തിനുള്ള പുറപ്പാടാണാവോ? ശക്തി ഇവിടെ ഇല്ലല്ലോ. എവറാ വിനായകൻ? പൊരി പറക്കുന്ന കണ്ട ഒരിഞ്ഞടി നടക്കും, ഉറപ്പാണ്. വിനായക വിടരുതാണ്. ഇവൻ വിനായകന് പറ്റിയാനും തന്നെ നമ്മുടെ അമ്മാവന്റെ ഏർപ്പാടാ. അങ്ങേര് പൊള്ളാച്ചില്ല. നമ്മൾ തല്ലിയാല കേസ്, ഇവൻ തല്ലിയ കേസില്ല. വിനായകന്റെ മേലുന്നു ശക്തിയൊട്ട് ഇടപെടത്തുമില്ല. എങ്ങനെ ഇവൻ വലിയ നേടുവോ? പിന്നെ ഹലോ, എന്ത് ഒന്ന് മാറി. നന്ദിയുണ്ട്, ഇങ്ങനൊരു ദിവസം എനിക്ക് തന്നെ. ഈ കട്ടയൊക്കെ ഇവിടെ നിർത്ത് മാറ്റിക്കോ. അവൻ കണ്ട ഇനി അത് മതി. ശരിമ്മ. എന്നിട്ട് ബാക്കി പറ.
എന്റെ സുബമ്മേ, ഇടി എന്ന് പറഞ്ഞ പൊരിഞ്ഞ ഇടിയാ. അവസാനം നിലത്ത് കിടക്കണ തവക്കള ഷാജിയുടെ നെഞ്ചത്തെ ദാ ഇതുപോലൊരു ചവിട്ടി ചവിട്ടിയിട്ട് സിനിമ കാണുമ്പോൾ ഒരൊറ്റ ഡയലോഗാ. എന്തോ ഡയലോഗാ കുഞ്ഞ്? പറമുള്ള കേക്കട്ടെ. പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് വായും പൊളിച്ച് വന്ന് നിൽക്കരുതെന്ന് ശശിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 13 പ്രാവശ്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ ഞാൻ ഇവനോട് 14 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കരുത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? ഇങ്ങനെ തുമ്പിക്കൈ നീട്ടിക്കൊണ്ട്. അങ്ങനെ ഏവൻ വന്നമ്മേ, അതിന്റെ പുറമെ ഞാൻ അറിയാതെ വന്ന് പോയത്. അപ്പൊ ഞാനാണോ തെറ്റുകാരൻ, എവനാണോ തെറ്റുകാരൻ? അമ്മ പറ. ഞാൻ പോകുന്നു, ഇനി നിന്റെ കൂടെ ഞാനില്ല. മോള് പറ. കേട്ടോ സുബമ്മേ, കൊറേ ആൾക്കാര് വന്ന് കൊച്ചേട്ടനെ വാരി എടുത്തോണ്ട് ഒരൊറ്റ നടപ്പാ. കണ്ടു നിന്നവരെല്ലാരും കൈയടിച്ചു. ഞാനും. നിനക്ക് ഈ അടിയിടിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടാ? പിന്നെ ആണുങ്ങളായ കുറച്ചൊക്കെ തെമ്മാടിത്തരം വേണ്ട എന്റെ സുബമ്മേ. എന്റെ ഇന്ദു, നിനക്ക് ഈ തല്ലും ബഹളമൊക്കെ ഇഷ്ടമാണെന്ന് അവൻ അറിഞ്ഞാ ഈ ഭൂമി മലയാളം കീഴ്മേൽ മറിക്കും. അല്ലെങ്കിൽ തന്നെ അവനെ ഓർത്ത് തീ തിന്നാത്ത ഒരു ദിവസമില്ല. അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നാ സുബമ്മ പറയ്. ഇന്ന് തല്ലുണ്ടാക്കിയതിന് നീ അവനെ വഴക്കു പറയണം. നിനക്കതൊന്നും ഇഷ്ടമല്ലാന്ന് നീ പറഞ്ഞ അവൻ കേക്കും. ശരി, സമ്മതിച്ചു. പോരെ? അവൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ അകത്തേക്ക് പോവാ. ശരി. ശശി നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. കഴിഞ്ഞോ ഇന്നത്തെ തല്ലും ബഹളമൊക്കെ? ഇന്നത്തെ കഴിഞ്ഞു. നാണുണ്ടോ വിനായകേട്ടന് ഇങ്ങനെ കവലെ കടന്ന് അടി ഉണ്ടാക്കാൻ? ഒരുമാതിരി ചട്ടമ്പികളെ പോലെ. കഷ്ടം. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, ആരെ കാണിക്കാനാ ഈ വേഷം കെട്ടൊക്കെ? ഒരു കുട്ടിയും കോലും. നിർത്തടി. അധികം കേറിയങ്ങ് ഭരിച്ചു കളയരുതേ. അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷെ ഇനി മേലെ എന്തൊക്കെ എന്തൊന്നും പറഞ്ഞ് എന്നെ അടുത്തേക്ക് വന്നേക്കരുത്. അമ്മ അവളെ ഒന്ന് പോയി കാണണം. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നിനക്ക് മാത്രമേ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ളൂ? ഒന്നാമതേ ആർക്കും പിടിയിട്ടാത്ത സ്വഭാവം നിന്റേത്. അവള് പറഞ്ഞാൽ എന്താടാ തെറ്റ്? ഏതൊരു പെണ്ണിനും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. കള്ളു കുടിക്കാത്ത, വഴക്ക് കൂടാത്ത, പുകവലിക്കാത്ത ഒരു പുരുഷനായിരിക്കണം തന്റെ ഭർത്താവെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും. ഇതിലേതാടാ നിനക്കില്ലാത്തത്? അമ്മയ്ക്ക് അവളുടെ അടുത്ത് പോകാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പോയിട്ട് എന്താ കാര്യം? ഇനി അവളുടെ മനസ്സ് മാറ്റേണ്ടത് നീയാണ്. അവളുടെ മനസ്സ് മാറണമെങ്കിലേ നീ നിന്റെ സ്വഭാവം മാറ്റണം. എന്താ വേണ്ടതെന്ന് എന്റെ മോൻ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കുക. അങ്ങനെ എല്ലാം റെഡി. എന്റെ വിനുവണ്ണ ഇതങ്ങ് പിടിപ്പിക്ക്. ഒരു പെണ്ണ് കരഞ്ഞ അതിന്റെ പിന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരാണ് കരഞ്ഞ അതിന്റെ പിന്നെ ഒരു കാരണവേ ഉണ്ടാവും. ഒരു പെണ്ണ്. കിഴക്കേ മഠം പറഞ്ഞ തീയതി ഇങ്ങ് അടുത്തു. ഹിന്ദു വിവാഹത്തിന് തയ്യാറാണോന്നറിയാൻ എന്താടാ ഒരു വഴി? എന്റെ വിനാട്ടാ, മുകളിലേക്ക് നോക്കി വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. നേരിട്ട് കണ്ട് കാര്യം പറയണം. അതിന് അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ? ഏത് സമയം കൂട്ടിന് ആളെ കൊണ്ട് നടക്കല്ലേ? ഒറ്റ കിട്ടണ രാത്രി വീട്ടിൽ കയറണം. എടാ, നിനക്ക് പറയാളിപ്പ വിനായകനെ കൊണ്ട് പറ്റുന്ന കാര്യമെല്ലാം പറ. എടാ ബാബു, ഈ വിനായകന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ലോകത്തൊന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ അവളെ വീട്ടിൽ കയറി കാണുന്നു.
സൂക്ഷിച്ച് സൂക്ഷിച്ച്. എന്തായി? ഓക്കേ ഓക്കേ ഓക്കേ. എന്താടാ ഇത് പാമ്പാന്നോ? നിന്റെ പിടുത്തം കണ്ട തോന്നുന്നുണ്ട് ഇത് ആനയെ കെട്ടിയെടുക്കുന്നു. എന്താ ഒച്ച കേട്ടല്ലോ? വെളിയിൽ ഇറങ്ങണ്ട. നീ എന്റെ പുറകെ നിന്നോണേ. നീ അവിടെ നിന്നോ. നമ്മളെ കണ്ടിട്ടേ പോകൂല. എന്താ മോളെ? എന്തോ ഒരു സാധനം എന്റെ മേത്ത് വന്ന് വീണ സാധനോ? അതുമല്ല എലിയോ പൂച്ചയായിരിക്കും. അല്ല വെട്ടത്തിയെടുത്തേ മോള് കരയാതെ പേടിക്കണ്ട മോളെ. വേണ്ട വേണ്ട വേണ്ട. പതുക്കെ പതുക്കെ. തുറക്കല്ലേ തുറക്കല്ലേ. ഇവൻ നാറിയാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇത്രയും കരുതിയില്ല. കള്ളും കുടിച്ച് അർദ്ധരാത്രിയില് ഒരു പെങ്കോച്ചി കിടക്കുന്ന മുറി കയറി ചെല്ലെന്ന് പറഞ്ഞാല് നല്ല പെടവിട്ടാഞ്ഞിട്ടാ ഒരു തങ്കട്ടവൻ. മതി സ്വന്തവും ബന്ധവും ഒക്കെ. ഇനി ഈ മാധവമേനോന് ഇങ്ങനെ ഒരു പെങ്ങളും ഇല്ല, ഒരു അനന്തരവനും ഇല്ല. രക്തബന്ധം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇനി ആരെങ്കിലും എന്റെ കുടുംബത്തോട്ട് കയറിയാൽ അറിയാലോ മാധവനെ. ശക്തി ഞാനല്ല. അയ്യോ കൊല്ലാൻ വരുന്നേ. അയ്യോ പോയി. അയ്യോ 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 മേല എന്റെ അനുവാദമില്ലാതെ വിനായകനെ എവിടെയും കൊണ്ടുപോകാനുണ്ടല്ലോ. അറിയാലോ എന്നെ. എവിടെയോ തൊട്ടി ചേച്ചി. എടാ ശശി ഇറങ്ങി വാടാ താഴെ. ഇറങ്ങി വരാൻ. ഇല്ല ഞാൻ വരില്ല. എറിഞ്ഞിട്ട് ഞാൻ പിന്നെ പാലും പഴം തരണമെന്നും അല്ലല്ലോ എന്നെ വിളിക്കുന്നത്. എന്റെ ശക്തി നിന്റെ ശക്തിക്ക് ഇരയാവരെ ഞാൻ കണ്ട്. എനിക്കതിനുള്ള ശക്തി ഇല്ല ശക്തി. നീ പോ ശക്തി. നീ എന്തായാലും താഴെ വരുമല്ലോ. അപ്പം എടുത്തോളാം. ഇല്ലില്ല ഞാൻ വരില്ല. ഒരിക്കലും ഞാൻ താഴെ വരില്ല. വിശേഷിച്ച് ഇന്ന് ഞാൻ ഒട്ടും താഴെ വരില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്നെ എപ്പോഴെങ്കിലും എന്റെ കൈ കിട്ടും. മോനെ വിടല്ലേടാ എന്നെ. പോയോ വേഗം വാ. ഇന്ദു ഒരു മിനിറ്റ്. വിനായകൻ എന്തോ പറയാനുണ്ട്. ഒന്ന് വരൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഇന്ദു നേരെ ഇരുട്ടി. അങ്കിള് പറഞ്ഞു വിട്ടതാ. കേറ്.
താനും കയറിക്കോ. വാ സുജയ്. ഷാർപ്പ് ഷോട്ട്. പക്ഷെ ഇന്ദുവിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉന്നം പിഴച്ചു. ഇനി എനിക്കോ ഈ കഴുതകൾക്കോ ഇന്ദുവിൻ്റെ നിഴലിൻ്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ ആലോചിക്കാതെടുത്ത് ചാടരുതെന്ന്. അത് ശരിയാ. ഇനി നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാനോ? അതെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ദുവിനെ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത് നീയാണ്. നീ എന്തായി പറയുന്നേ? 10 പേരെ തല്ലാൻ പറഞ്ഞ 12 പേരെ തല്ലാം. പക്ഷേ ഒരു പെണ്ണിനോട് പോയി ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയില്ല വിനായക. വേണമെങ്കിൽ അവളെ പൊക്കിയെടുത്ത് നിന്റെ മുമ്പിലിട്ട് തരാം. അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നതല്ലടാ ഒരു പെണ്ണിൻ്റെ മനസ്സ്. നീ പോയി നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയണം. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇന്ദു മാത്രമാണെന്ന് നീ പറയണം. അത് ഞാൻ പോയാൽ ശരിയാവോ? പറഞ്ഞു വെച്ച കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിനായകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മയാകെ ടെൻഷനില്ല. ആ കിഴക്കേമഠം പറഞ്ഞ തീയതി ഇങ്ങടുത്തു. നീ ഇറങ്ങണം ശക്തി. ഈ ഫയലൊന്ന് പിടിച്ചേ. ഒരു മിനിറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ അത് ഇന്ദു വിചാരിക്കുന്ന പോലെ ഈ വിനായകനൊരു ഗുണ്ടയോ തെമ്മാടിയോ ഒന്നും അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വിനായകൻ്റെ മനസ്സ് മുഴുവൻ എന്തുവാടാ നീ എത്ര കോരി വീശി എറിഞ്ഞാലും ഈ ഭാഗം നനയണമെങ്കിൽ ഞാൻ തേവിയേ പറ്റൂ. അണ്ടേ അങ്ങനെ. എന്റെ വിനുവണ്ണ ഉള്ള കുറച്ചു നേരം വലി നിർത്ത്, എന്നിട്ട് ഇത് കൂടി. ടെൻഷൻ അടിക്കല്ലേ? അതല്ലേ പറഞ്ഞ്. എനിക്ക് തോന്നണില്ല കേട്ടോ ശക്തി പോയ കാര്യം നടക്കുമെന്ന്. നടക്കും. ഈ ഇന്റർവ്യൂ എവിടെ നടക്കുന്നത്? ദാ അവിടെ. ആ താങ്ക്സ്. ഐഡി ഇല്ല. അപ്പൊ ഇന്റർവ്യൂവിന് വന്നല്ലേ? അത് ഇന്റർവ്യൂവിന് വന്നല്ല, ഇന്ദുവിനെ കാണാൻ വേണ്ടി വന്നതാ. ഇന്റർവ്യൂവിന് വന്നവർക്ക് മാത്രം ഇവിടെ അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് അല്ല, ഇന്ദുവിനെ കണ്ടൊരു സുജ സുജയോട് ചോദിച്ചാൽ മതി. അറിയാവുന്ന കുട്ടി വരൂ വരൂ. ഇയാള് കുട്ടിയുടെ ആരെങ്കിലും ആണോ? സംസാരമൊക്കെ പുറത്ത് പ്ലീസ് പ്ലീസ്. എന്താ? അത് എനിക്ക് ഇന്ദുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ദു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ഓ, എന്നാ താനും തോന്നേ. എന്താ കാര്യം?
ഓഹോ, അപ്പൊ ഇത് പറയാനാണല്ലേ പുറകെ വന്നത്. ആ ഇത് ഇന്ദുവിനോടങ്ങ് നേരിട്ട് പറഞ്ഞാ പോരെ? അത് ഹിന്ദു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അത് മാത്രമല്ല, മറുപടി മൈനസ് ആണെങ്കിൽ അത് കേൾക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദുവിനോട് താനങ്ങ് പറഞ്ഞാൽ മതി. ശക്തി, ഇന്ദു ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. കുറച്ചൊക്കെ അവളുടെ കാര്യങ്ങള് നിങ്ങൾക്കും അറിയാലോ. ഒരുപാട് കടങ്ങളുണ്ട് അവർക്ക്. ഒരു ജോലി, അതാ ഇപ്പൊ അവൾക്ക് ആവശ്യം. അതിനിടയിൽ വിനായകനായിട്ടുള്ള കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ചെന്ന ദേഷ്യം കൂടെയുള്ളൂ. അത് മാത്രമല്ല, ഈ കിഴക്കേമടം പറഞ്ഞ തീയതി ഇങ്ങ് അടുത്തത് കൊണ്ട് അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാം നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് സുജ തന്നെ ഇക്കാര്യം ഇന്ദുവിനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ചാൽ മതി, പ്ലീസ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരനോട് പറ, അവളെ ഒന്ന് സഹായിക്കാൻ. എന്താ? എത്ര കാശ് വേണം? വിനായകന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ അവളുടെ അച്ഛൻ സമ്മതിക്കില്ല. അതെന്താ? ഈഗോ തന്നെ കാരണം. പിന്നെ ആ പാറ പൊട്ടിക്കാനുള്ള സ്ഥലം എഴുതി കൊടുത്താ അതോടെ അവരുടെ കടങ്ങളൊക്കെ തീരും. ഇന്ദുവിന്റെ അച്ഛന് സന്തോഷമാവും. എന്നിട്ടാവാം കല്യാണം. പാറപ്പുറം എഴുതി കൊടുത്താ കല്യാണം നടക്കുമോ? നടക്കും. ഇവൻ പറയുന്ന പോലെ പാറപ്പുറം എഴുതി കൊടുത്താ എങ്ങനെ വക്കില്ലേ? ശക്തി പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ദുവിന് വിനായകനോട് ചോദിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം ഫ്രണ്ടിനെ കൊണ്ട് ചോദിപ്പിച്ചത്. പാറേപ്പറമ്പ് എഴുതി കൊടുക്കാം, പക്ഷെ മാധവേട്ടന്റെ പേരിൽ വേണ്ട. ഇന്ദുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭൂമി നിങ്ങളുടേതാവില്ലേ? സാറ് പറയുന്ന ശരി. ഇന്ദു ആകെ ടെൻഷനില്ല. പാതിരാത്രിക്ക് പോലും കൊട്ടേഷൻകാര് വീട്ടിൽ കയറുന്ന പറയുന്നത്. ഇപ്പൊ നീ സഹായിക്കുകയാണെങ്കിൽ ഇന്ദുവിന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഇമേജ് ഒന്ന് മാറിക്കിട്ടും. മാത്രമല്ല, അമ്മാവന് സന്തോഷമാകുകയും ചെയ്യും. അതെ. വക്കീലേ, രജിസ്ട്രേഷനുള്ള ഏർപ്പാട് ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ വേണോ? വേണം. ശരി. ഡോക്യുമെന്റ് പറഞ്ഞതുപോലെ ഈ മാസം അവസാനം കല്യാണം. ഇന്ദുവിടെ? ഇന്ദു വന്നില്ല ശക്തി. അതെന്താ? അത് ഇന്ദുവിന് വരാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. ശക്തി എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ഇന്ദുവിനോട് പറഞ്ഞു. എന്നിട്ട്? അവൾക്ക് ഇഷ്ടമാ, കല്യാണത്തിന് സമ്മതമാ. പക്ഷേ അവളുടെ ആ ഇഷ്ടം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ വിനായകനോടല്ല, ശക്തിയോട്. സമയം പോയി. വീട്ടിൽ അന്വേഷിക്കും. ഞാൻ പോട്ടെ. ഡോക്യുമെന്റ് കൊടുത്തോടാ. അവക്ക് സന്തോഷമായോ? നീ എന്തോ ഒന്നും മിണ്ടാത്തെ? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എന്തായി? ഓക്കെ. പറഞ്ഞു വെച്ച കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ വിനായകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. வண்டி மாட்டா
സാർ ഇവിടെ മിഷീൻ മാറിപ്പോയാ രാവിലെ തന്നെ അടിക്കണ്ടായിരുന്നു. ഹലോ സാർ, ഇങ്ങ ഒരുത്തൻ മനഃപൂർവ്വം റോട്ടിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. പറവില്ല സാർ, ഐ വിൽ മാനേജ്. ഓവർ. സ്റ്റാർട്ട് ചെയ്തിട്ടാ ഫോൺ അടിക്കാതറാ. കനവില്ല ഡേയ് സരക്കടിച്ചിരിക്കാ. എടാ മദ്യപിച്ചിട്ടുണ്ടോന്ന് ഊതടാ. இந்த மிஷன் ஒன்னும் எனக்கு தேவையே இல்லை. இந்த பக்கம் ஊதுறா. ஊத. ബിയർ. എന്തായാലും ഇവൻ പോയ കാര്യം നടക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. മിടുക്കനാണ് ഇവൻ, മിടുക്കൻ. ലോകാത്ഭുതങ്ങൾ എത്രയാ? 7. നോ 8. കാരണം എന്റെ ബിന്നുവിന്റെ കല്യാണം അടുപ്പിച്ച ദിവസമാ. അതാ എനിക്ക് അത്ഭുതം. ഇന്ന് ഞാൻ കുടിക്കും, ഇന്ന് ഞാൻ കുടിച്ച് മരിക്കും. എന്നെ തല്ലിയാലും തല്ലിയില്ലേലും ഇന്ന് ഞാൻ കുടിക്കും. പക്ഷെ നീ, നിനക്ക് ശക്തി മാത്രമല്ലടാ, ബുദ്ധി ഉണ്ടടാ മോനി താടി. നമുക്ക് ഉഷാറാക്കണം. പിന്നല്ലാതെ എനിക്കതൊന്നുമല്ല സന്തോഷം. നമ്മുടെ വിനുവണ്ണൻ ഇനി ഒരു ഭർത്താവാൻ പോവുകയാണ്. എനിക്കത് മതി. എന്റെ ചക്കരേ. ഉമ്മയൊന്നും എനിക്ക് വേണ്ട. അവൻ ആ കാര്യം സഹായിച്ച അവനോട്. അത് കറക്റ്റ് ആണല്ലോ. അതിന് ഞാൻ അവനോട് ഉമ്മ കൊടുക്കാനാ? അവന്റെ മോൻ തെറിച്ച് പൂടല്ലേ, മൂക്ക് മാത്രം ഉണ്ട് ഫ്രീ. എങ്കിലും ഇരിക്കട്ടെ. മാറിക്ക്, അടങ്ങിക്ക്. മാറി. ശക്തി, നീ ഇന്ന് നേടിയെടുത്തോണ്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? കുട്ടിക്കാലം മുതൽ വിനായകൻ മനസ്സിൽ കൊണ്ടുനടന്ന ഏറ്റവും വലിയ ആഗ്രഹം. ഡോക്യുമെന്റ് കൈമാറിയപ്പോ അവളുടെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നു? പഞ്ചവർണ്ണം വിരിഞ്ഞോ? വിരിയും വിരിയും, പിന്നെ വിരിയാതെ. മുന്നിൽ മാറ. സോറി. ഡാ ഒട്ടണം. ഡാ, അവക്ക് സന്തോഷായോ? ഇനി ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അതെ, എത്രയും വേഗം. എന്നിട്ട് അമ്മ ആഗ്രഹിച്ച പോലെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ നടത്തണം. അത് കറക്റ്റ്. അപ്പൊ ഈ സന്തോഷത്തിന് കാരണം ഒരെണ്ണം അടിച്ചേ. വേണ്ടടാ, അവൻ കഴിക്കില്ല. ഇല്ലേ? വേണ്ട. ഇവൻ പാലായിരിക്കും കുടിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞേ ഇവൻ നല്ല സൂപ്പർ അടിക്കാരൻ തന്നെ. നീ എന്താ സുജയ് പറയുന്നേ? നിന്നോട് ആരെങ്ങനെയൊക്കെ പോയി പറയാൻ പറഞ്ഞേ? ദൈവം നിന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. നിങ്ങളെ കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാനൊരു വഴി അത്രമാത്രം കരുതിയുള്ളൂ. അതൊക്കെ അറിയാം. പക്ഷെ വിനായകന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ആ ഗൗഡിയേക്കാൾ വലിയ പ്രശ്നക്കാരനാ. വഞ്ചിച്ചു എന്നറിഞ്ഞ കൊന്നു കളയും. ഞാൻ പോയി വിനായകനെ ശക്തിയും കണ്ട് മാപ്പ് പറഞ്ഞ് മുദ്രപത്രം തിരിച്ചേൽപ്പിക്കാം. അതിന് നടക്കില്ല. ആ പേപ്പർ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും. സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മേനോച്ച, വിനായകൻ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല. ഇന്ദു എന്റെ കയ്യിൽ ആധാരം കൊണ്ടു തന്നപ്പോ എനിക്കിവിടെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ചില്ലറ വഴിപാടൊന്നുമല്ല ഞാൻ നേർന്നിരിക്കുന്നേ. അപ്പൊ ഈശ്വരനായിട്ട് വിനായകന്റെ മനസ്സ് മാറ്റിയതാ, സംശയമില്ല. അല്ലെങ്കിൽ നമുക്കിനി പാറ പൊട്ടിക്കാനായി തടസ്സമോ മറ്റോ? എന്ത് തടസ്സം? ആ സ്ഥലം ഇപ്പൊ എന്റെ മകളുടെ പേരില്ല. ഇനി അവിടെ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതെ, ഏതായാലും തന്റെ കഷ്ടകാലം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. ഇനി കിട്ടണ കാശ് ധൂർത്തടിച്ച് കളയാതെ സൂക്ഷിക്കാൻ നോക്ക്. പ്രായമായ ഒരു മകള് വീട്ടിലുണ്ടോ എന്നുള്ള ഓർമ്മ വേണം. അതെ, വിനായകന്റെ മനസ്സിൽ ഇപ്പോഴും എന്ത് തന്നെയാ. അവൻ അവളെ ചോദിച്ചു വരുന്നതിന് മുമ്പ് മകളുടെ കല്യാണം നടത്താൻ നോക്ക്. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. കൗസല്യേ, നമ്മുടെ ആ ക്രഷർ യൂണിറ്റിന്റെ കാര്യം ശ്രീഹരിയെ ഏൽപ്പിച്ചാലോ? അവനാവുമ്പോ അങ്ങനെ നടത്തി പരിചയമുണ്ട്. ആളും മിടുക്കനാ അല്ലേടി?
ശ്രീഹരിയെ പറ്റി മോടെ അഭിപ്രായം എന്താ? ശ്രീഹരി എന്നല്ല, സ്ത്രീഹരി എന്ന് അവന് പേരിടണ്ട. ദുർബലൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയോ അവനൊരു വശപ്പിശകില്ലേ? അത് മോക്ക് വെറുതെ തോന്നുന്നതാ. കൈമളുടെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത് അവനാ. കാണാനോ സുന്ദരൻ, നല്ല വിദ്യാഭ്യാസമുണ്ട്, മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. എവിടെയോ ഒരു കല്യാണാലോചന മണക്കുന്നുണ്ടല്ലോ അച്ഛാ. അങ്ങനെ ഒരു ആലോചന വന്നാലോ? ഉടനെ വേണ്ടെന്ന് പറയണം. എനിക്ക് അവനെ കാണുന്നതേ ശനിയാ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ശക്തിയില്ലാത്തവൻ. അത് ശരി. അപ്പോ ശക്തിക്കാണ് പ്രാധാന്യം. എടി വച്ചേ, ആപത്തിൽ സഹായിച്ചവനായതുകൊണ്ട് ചിലപ്പോ വല്ല സ്നേഹോ ആരാധനയോ തോന്നാം എന്ന് കരുതി മനസ്സിൽ വേറെ വല്ല ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അത് ഇവിടെ നടക്കുകയില്ല. അച്ഛൻ ശക്തിയാണോ ഉദ്ദേശിച്ചത്? ഓ, ഇപ്പൊ അവനാണല്ലോ ഇവിടുത്തെ ഹീറോ. അതെ, ഹീറോ തന്നെയാ. എന്താ കുഴപ്പം? അച്ഛൻ കണ്ടുപിടിച്ച കോന്തനെക്കാളും നല്ലവനാ. നിർത്തടി. അച്ഛനും മോളും തുടങ്ങി. പൊടി. നിങ്ങൾക്കിങ്ങനെ ബുദ്ധിയില്ലാണ്ടായി പോയില്ല മനുഷ്യ. അതെങ്ങനെയാ? തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. മൂക്കത്താ ശുണ്ടി എടുത്തു ചാട്ടു. ശാന്തമായിട്ട് ഒന്നും ചിന്തിക്കില്ല മനുഷ്യ. അവള് പറഞ്ഞതുപോലെ അവക്കിഷ്ട ശക്തിയോടാണെങ്കിൽ നമ്മൾ ജയിച്ചു. ആ പിന്നെ ഈ വിനായകന്റെ ശക്തിയൊക്കെ തമ്മിലടിച്ച് വീഴുന്നത് നമുക്ക് കണ്ടൂടെ? അതിനിടയിൽ നമുക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുത്തേക്കാം. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? പിന്നെ നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? നിങ്ങളിപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ആയില്ലേ? മനോജാ, ആദ്യത്തെ ലാഭവിഹിതം. ശരി. ഇതവനല്ലേ ചന്ദ്രൻ? ഇവനിതെന്നെത്തി? ഇവന്റെ കയ്യിലെ വിനായകനെ തല്ലി പിടിച്ചത്. വിനായകനെ പേടിച്ചെന്ന് നാട് വിട്ടതാ. ഇപ്പൊ അവന്റെ ജാടകമാണ്. അളിയ ഫുൾ മസിൽ പിടിച്ചിറങ്ങിക്കോ. നാട്ടുകാരെല്ലാരും കാണാനുണ്ട്. അളിയ ഒരു 500 രൂപ ഞാൻ 500 പണ്ട് ഉത്സവ കമ്മിറ്റി ഫണ്ടിൽ നിന്ന് 4500 രൂപ അറിയാതെ ഞാൻ എടുത്തതിന് ഈ തിരുനടയിൽ വെച്ച് എന്റെ വലതു കൈ തല്ലി ഓടിച്ചവനാ വിനായകൻ. അവനും അറിയട്ടളിയ ഞാനും അളിയനെ പോലെ കാശുകാരനാണെന്ന്. ചിത്രം കാണിക്കല്ലളിയ. 500 രൂപ കാണിക്ക ഇട്ടേക്കാം. ദൈവത്തിനും എന്തെങ്കിലും വേണ്ടേ? ഭഗവാനെ ഡെയിലി 500 രൂപ കാണിക്ക ഇട്ടേക്കാമേ. പണക്കാരനായ എന്നെ രക്ഷിക്കണമേ. മേനോച്ചനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. മേനോച്ചൻ കുറെ കാലമായി ക്ഷേത്രത്തിലേക്ക് ഒന്നും ചെയ്യാറില്ല. ഇക്കുറി അത് പറ്റില്ല. കാശൊക്കെ ആയില്ലേ? ഒരു 3 ആനയെങ്കിലും ഏൽക്കണം. ആയിക്കോട്ടെ, 3 or 4 ആയിക്കോട്ടെ. ഒരു 10 വരെ നമ്മൾ ചെയ്യും. എന്നാ ഉത്സവം മൊത്തം ഞാൻ നടത്താം. ഞാൻ അമ്മാവനെ കാണാൻ വന്ന ശക്തിയുടെ ഈ പാറപ്പറമ്പിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തു വിട്ടിരുന്നു. അമ്മ കിഴക്കേ മഠത്തെ കൊണ്ട് വിവാഹത്തിന്റെ സമയം കുറിപ്പിച്ചു. ആരുടെ? കുട്ടിയുടെയോ അതോ കോലിന്റെയോ? എന്റെ ഇന്ദുവിന്റെയും. അത് ശരി. എന്നിട്ട് എങ്ങനെ? കല്യാണം കഴിഞ്ഞാല് അവള് നിന്നെ എടുത്തോണ്ട് നടക്കുമോ അതോ നീ അവളെ എടുത്തോണ്ട് നടക്കുമോ? പോവാനോ? എന്റെ മകളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചിട്ടുള്ളത്? ജീവിതത്തിൽ ഒരേ ഒരു തെറ്റേ ഈ മാധവ മേനോൻ ചെയ്തിട്ടുള്ളൂ. എന്റെ മകൾ ഇവന് എന്നൊരു പാഴ്വാക്ക് പണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്.
വളർന്നു വരുന്നത് ഇങ്ങനെ ഒരുത്തനാണെന്ന് ഞാൻ അറിഞ്ഞോ? പറയട്ടെ പറയട്ടെ. തനിക്കൊരു മകളുണ്ടെങ്കിൽ ഇവര് കല്യാണം കഴിച്ചു കൊടുക്കുവോ? ഇല്ലല്ലോ. അല്ല, ഇയാടെ കാര്യം പോട്ടെ, ഈ നിൽക്കുന്നതിൽ ആരെങ്കിലും ഇവര് കല്യാണം കഴിച്ചു കൊടുക്കുവോ? എടാ, നിന്നെക്കാട്ടിൽ എത്രയോ ഭേദമാടാ നിന്റെ കൂട്ടുകാരനാ ശക്തി. നിന്നെ ചുമന്നോണ്ട് നടക്കുന്ന ഒരൊറ്റ കുറവ് മാത്രമേ അവനുള്ളൂ. പിന്നെ അവൻ അവളോടൊരു ചെറിയ താല്പര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവൾക്കും ഇഷ്ടമാണെങ്കിലേ ഞാനതൊക്കെ നടത്തും. പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുന്നു. ചന്ദ്ര, വണ്ടി ഇറ. എന്റെ മകളെ കല്യാണം കഴിക്കാൻ നീ ആരാടാ? എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആരോഗ്യം ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടത്? വിഷമിക്കരുത്. ഇന്ദുവിനെ കാണാൻ പോയ അന്ന് മുതൽ അവന്റെ മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മിണ്ടരുത്. ശക്തിയെക്കുറിച്ചൊരു വാക്കുപോലും നീ ഒന്നും പറയണ്ട. ഓടല്ല. പോവാൻ. കരളിലൊഴുകുമൊരോളമായി കനവിലൊരു കുളിരായി പ്രണയമൊരു പദതാളമായി പുതിയ പുലരൊളിയായി ആരോടും ചൊല്ലാതെ ചേരും നിൻ ചുണ്ടാകെ ചേലോലും ചായങ്ങൾ ചുടുന്നോ മുളുന്നോ നാണം കരളിലൊഴുകുമൊരോളമായി കനവിലൊരു കുളിരായി പ്രണയമൊരു പദതാളമായി പുതിയ പുലരൊളിയായി കൊതിയുണരും കിന്നാരത്തെ നഴകെഴുതുന്നൊരു പെണ്ണാണേ കൊതിയുണരും കിന്നാരത്തെ നഴകെഴുതുന്നൊരു പെണ്ണാണേ നിരനിരയായാമ്പൽ പൂക്കളൊന്നായി പൂത്ത കണ്ണാണേ ഏതോർമതൻ എരിവേനലിൽ ഏതോ നിലാവെന്നൊളി വീശി നീ തേരോടും താളങ്ങൾ മോഹത്തിൻ മേളങ്ങൾ നീ നൽകും നാളങ്ങൾ എന്നിട്ടും നിന്നിലെ പ്രായം കരളിലൊഴുകുമൊരോളമായി കനവിലൊരു കുളിരായി
സെന്തൂരം പൂക്കാലമോ കാലമോ പുതുരാഗമോ പുതുരാഗമോ പാടാത്ത പാട്ടിൻ പ്രിയമൗനമോ ചേക്കേറും ചിങ്കാരം കണ്ണോരം നിൻ രൂപം മാറ്റേഴും നിന്നാരം വന്നെത്തും ചന്തത്തിൻ കാലം കരളിലൊഴുകുമൊരോളമായി കരളിലൊരു കുളിരായി വേണ്ട, പറഞ്ഞ പ്രകാരം ചെയ്തിട്ടുണ്ട്. സൂക്ഷിക്കണേ കുഞ്ഞെ. ഇവിടുന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാക്കി തരാതിരിക്കുന്നത്? പിടിച്ചാൽ അകത്ത, ജാമ്യം പോലും കിട്ടില്ല. എന്നെ ചതിക്കരുത്. താൻ പേടിക്കണ്ടോ, ഞാൻ ചതിക്കില്ല. ആര് ചതിച്ചാലും. ഇപ്പൊ ഇതിനെ എങ്ങനെ ഇടണം? ഇരിക്കട്ര, ശത്രുക്കൾ കൂടി വരികയല്ലേ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? അത് എന്താന്ന് വെച്ചാ കുഞ്ഞിങ്ങ് തന്നാ മതി. അബൂട്ടി വരി. എന്നാ ഞാനങ്ങോട്ട്. ശക്തി, എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം. നമ്മുടെ അമ്പലക്കോല വെച്ച് ഞാൻ മാധവമേനോനെ കണ്ടിരുന്നു. പുള്ളിക്കാരൻ അവിടെ വെച്ച് എനിക്കിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി. നാട്ടുകാർ മുഴുവൻ കേട്ടു. നീ അറിഞ്ഞായിരുന്നോ? ഞാനത് വലിയ കാര്യമാക്കി എടുത്തിട്ടൊന്നുമില്ല. കാരണം ഇന്ദുവിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് വിവാഹക്കാരി ഉറപ്പിച്ചത് നീയാണല്ലോ അല്ലേ? എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ആ പറയടാ, എന്താ വിശേഷം? ആ ആ ആ ആരാ വിളിച്ചേ? എൻ്റെ ഫ്രണ്ടാ, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനറിയാത്തൊരു ഫ്രണ്ടോ? ആ ചെല്ല് ചെല്ല്, പോയിട്ട് വാ, വേഗം വരണം. കല്യാണത്തിന് ഇനി അധികം സമയമൊന്നുമില്ല. ശരി. ഒന്നാമത് അമ്മയും കൂടെ ഇവിടെ ഇല്ല. ആ വേഗം ചെല്ലേ. ശക്തി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ ഗൗഡിയുടെ കയ്യിൽ നിന്ന് എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിങ്ങനെയൊക്കെ ആയി തീർന്ന് ഇവള് പോലും കരുതിയതല്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച വിനായകൻ ആധാരം ചെയ്തു തന്നെ. ഇനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് വയ്ക്കും. ശക്തി പ്ലീസ്, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ശക്തി പറയുന്ന പോലെ എനിക്ക് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. തെറ്റും ശരിയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ മനസ്സിൽ ഒരു ശരിയേ ഉള്ളൂ, വിനായകൻ. ആ മോൻ ഇവിടെ വന്നിരിക്കായിരുന്നോ?
കിഴക്കൻ മഠം പറഞ്ഞ വഴിപാടുകളൊക്കെ തീർത്തു കേട്ടോ. വേണ്ട. എന്താ മോനെ ഇത്? നിനക്ക് എന്താ പറ്റിയേ? ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇന്നലെ മുതൽ ശ്രദ്ധിക്ക, ഒരുമാതിരി ഇടം തിരിവ്. ഓ, എന്തൊരു സാധന ഇത്! നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. ഇത് കുറെ കഷ്ടമുണ്ട്. ആ, നീ ഇതെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അവൻ എന്താടാ പറ്റിയേ? എന്ത് ചോദിച്ചിട്ടും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല. എന്താ അവന്റെ പ്രശ്നം? എനിക്കറിയില്ലമ്മേ. ആ, നീ ഇരിക്കെ, ഞാൻ കഴിക്കട്ടെ. വിനായകൻ അവൻ വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ. കുറെ നേരം ഞാൻ വിളിക്കുന്നു. പുറകെ നടന്ന് തീറ്റിക്കാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. വിശക്കുമ്പോ താനെ വന്നോളൂ. നീ ചെന്ന് കൈയഴിയിട്ട് ഇരിക്കടാ. നോക്കേ, ഇന്ദുവിന് നിശ്ചയത്തിനിടാനുള്ള സ്വർണ്ണ. അവക്ക് സെറ്റ് സാരിയാ നല്ലത്, നന്നായിട്ട് ചേരും. ഇന്ന് ഞാൻ തന്നെ പോയി എടുത്തതാ. അവൾക്ക് ഇഷ്ടാവും. ബാക്കിയെല്ലാം കല്യാണത്തിനാവാം, അല്ലടാ? നീ എന്താടാ കഴിക്കുന്നില്ലേ? വിശപ്പില്ലമ്മേ. ഇവനൊക്കെ ഇതെന്ത് പറ്റി? ഒരുത്തനും വിശപ്പില്ല. പിന്നെ ഇതെന്തിനാ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നേ? ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. വിനായക, എന്താടാ പറ്റിയ നിനക്ക്? കണ്ടേച്ചി പട്ടിക്ക് വിളമ്പി വെച്ചൊന്നും നിങ്ങൾ കഴിക്കണം. നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? അവൻ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആരുടെ കാര്യം നീ പറയുന്നേ? വിട്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെയും കൂട്ടുവേണ്ട. ഒരു പട്ടിയെ വേണ്ടെന്നോ? എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്ക് അവൻ ഇവിടെ വേണ്ട. എന്റെ കണ്ണിന്റെ മുമ്പിൽ അവനെ കണ്ടുപോകരുത്. എന്റെ കൗസുകുട്ടി, ഓ നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചടി. ഞാൻ വഴി വെച്ച ആനക്കാരെ ശശിയെ കണ്ടു. അവന്മാർ തമ്മിൽ തെറ്റി. ഇന്ദുവിന് ശക്തിയെ ഇഷ്ടമാണെന്ന് ഞാൻ വിനായകനോട് പറഞ്ഞത് ഏറ്റടി. നീ പറഞ്ഞ പോലെ തന്നെ അവന്മാർ അടി തുടങ്ങി. ഓ ബുദ്ധി രാക്ഷസി. അടങ്ങിയിരിക്കും. കഴിവത് നടത്ത ആ പെണ്ണിന്റെ കല്യാണം നടത്തും. നമ്മുടെ കുട്ടിയും പോലും തല്ലിപ്പിരിഞ്ഞെന്നാ കേട്ടത്. എന്താ കാര്യം? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരുത്തും കിടക്കും. ശക്തി, ശക്തിയെ, ഇതെന്താ ഇവിടെ കിടക്കണേ? വിനായകനോടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇല്ലേ? ഇല്ല. ഞങ്ങൾ മാറിക്കോട്ടെ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ അവൻ പറയാത്ത. എനിക്കറിയാൻ പാടില്ല. ശക്തി ഉണ്ടോ? വിനായകനെങ്ക ഇപ്പൊ വരും. താനെന്താ ഇവിടെ ഇരിക്കുന്നു? വെറുതെ.
നീ വന്ന നന്നായി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഞാൻ എത്ര തവണ വിളിച്ചു ഇന്നലെ രാത്രി. എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഫോൺ ഔട്ട് ഓഫ് ഓർഡറാ. ഫോൺ മാത്രമല്ല, ഇവിടെ ഉള്ള അവന്മാരും. എന്താ മോളെ അവര് തമ്മിലുള്ള പ്രശ്നം? നിനക്ക് വല്ലത് അറിയാവോ? സുബമ്മേ, അത് പറയാനാ ഞാൻ വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പാറപ്പുറം എഴുതി കൊടുത്ത കല്യാണം നടക്കുമോ? നടക്കും. ഡോക്യുമെന്റ് പറഞ്ഞതുപോലെ ഈ മാസം അവസാനം കല്യാണം. നീ എന്താ സുജി പറയുന്നേ? നിന്നോട് ആരും ഇങ്ങനെയൊക്കെ പോയി പറയാൻ പറഞ്ഞേ? ദൈവം എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച വിനായകൻ ആധാരം ചെയ്തു തന്നെ. ഇനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അവന്മാർ തമ്മിൽ തെറ്റി. ഒരു പെണ്ണിന് വേണ്ടി കൂടപ്പറപ്പിനെ പോലെ ഒരുത്തിന് അടിച്ചിറക്കിയ ദുഷ്ടൻ. എടാ, അവളുടെ ഇഷ്ടം എന്താണെന്ന് മര്യാദക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയോ? എന്നിട്ട് അതിനു വേണ്ടി കാട്ടിക്കൂട്ടിയതൊക്കെ തെമ്മാടിത്തരങ്ങളും. അതിന് അവനെന്ത് പഴിച്ചു? എടാ, ശക്തി നിന്നെ ചതിച്ചിട്ടില്ല. ഇന്ദു വന്നിരുന്നു. അവൾ എന്നോടെല്ലാം പറഞ്ഞു. നീ വിചാരിക്കുന്ന പോലെ അവര് തമ്മിലൊന്നുമില്ല. ഒക്കെ ഉണ്ടാക്കിയെടുത്തത് നിന്റെ വൃത്തികെട്ട മനസ്സാ. കള്ളത്തോക്കും വാങ്ങി തലയ്ക്ക് വെച്ചുറങ്ങുന്ന നീ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അവനൊന്നും നിന്നോട് പറയാതിരുന്നത്. ഇത്രയും കാലം കൂടെ നടന്നിട്ടും അവന്റെ മനസ്സറിയാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോടാ. ഇത്തവണത്തെ ഉത്സവം ഞങ്ങൾ നടത്തും. കഴിഞ്ഞ തവണ വിനായകൻ നടത്തിയതിനേക്കാൾ ഗംഭീരമായി. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞത് അല്പം. ശക്തി എവിടെ? ശക്തിയോ? എന്റെ മടിയില്. ഒരിക്കലും ഈ നാട്ടുകാരുടെ മുമ്പ് വെച്ച് താൻ എന്നെ നന്നായിട്ടൊന്നാക്കി. അതെനിക്കിട്ട് നല്ലപോലെ കൊണ്ടു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. ഇനി ശക്തി നാട് വിട്ടതിന് പിന്നിൽ തൻ്റെ നിറികെട്ട കളി വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഈ അമ്പലനട വെച്ച് ഞാൻ പറയുക, തൻ്റെ അടിനാഭി ഞാൻ കുത്തിക്കീറും. ആയിക്കോട്ടെ, ഞാൻ കുത്തിയിരുന്നവരാ. പറയുന്നത് ഏഴിമല വിനായകൻ. വണ്ടി എറാ. പറഞ്ഞ പോലെ എങ്ങാനും ചെയ്യോളിയാ. താൻ വിഷമിക്കണ്ടോ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ. അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടമൊക്കെ കാണും. നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നങ്ങ് വിചാരിച്ചാ മതി. അത്രേ ഉള്ളൂ. എന്തായാലും താൻ അമ്പലക്കവലെ വെച്ച് വിനായകനോട് പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. ഒന്നുമില്ലേലും സ്വന്തം ചോരയല്ലടോ. ചോര എന്റെ ചോര കുടിക്കാൻ നടക്കുന്നവൻ അവൻ. താൻ തന്നെ പണി നോക്കണു. ചെല്ലേ പോ ചന്ദ്ര, വാ. ശരി, ഞാൻ വരണ്ടല്ലോ. പേടിയാണെങ്കിൽ ഞങ്ങളെ കൂടെ പോരെ. അത് കൂട്ടുവരാ. രണ്ടെണ്ണം അടിച്ചത് നമുക്ക് ആരുടെയും കൂട്ടുവേണ്ട. അല്ലെങ്കിൽ 10 പേരെങ്കിലും വേണം. എടാ ചന്ദ്ര, എന്റെ മകളുടെ ശ്രീഹരിയുടെ വിവാഹം ഈ കുമാരപുരം ഞെട്ടുന്ന രീതിയിൽ ഞാൻ നടത്തും. പോരമാധവനളിയ, ഈ പാലക്കാട് ജില്ല തന്നെ ഞെട്ടണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒന്ന് അളിയ, അവനാ വിനായകനാ. അങ്ങോട്ട് പോകണ്ടളിയ, അവൻ ആളെ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പോലടാ. ഈശ്വര, ഒന്നും കാണാനും പറ്റില്ല. ഓടി വരണേ, എന്റെ അളിയന് വിനായകൻ കുത്തി. അളിയ, അളിയ, മാധവനളിയ, മാധവനളിയ,
അമ്മ എവിടെ? അകത്തുണ്ട്. ഓ വരൂ സർ. അമ്മേ, അമ്മേ ദേ വക്കീൽ വന്നിട്ടുണ്ട്. അവൻ വന്നോ? എന്റെ മോനെ വിട്ടോ? ഇല്ല, അത് ജാമ്യം കിട്ടിയില്ല, റിമാൻഡ് ചെയ്തിരിക്കുക. വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഒന്ന് വന്നേ. ചന്ദ്രന്റെ മൊഴിയും പൊതുജന മധ്യത്തിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും പോരാത്തതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കുത്തുകൊണ്ട സ്ഥാനവും സ്ട്രോങ് എവിഡൻസാ. കാവിൽ വീട്ടിലെ സ്ഥിതി ഇപ്പം എങ്ങനെയാ? ചടങ്ങെല്ലാം കഴിഞ്ഞു, ഞാൻ പോയിരുന്നു. ഇന്ദുവിന്റെ മൊഴി എടുത്തിട്ടില്ല. നമുക്കെതിരെ മൊഴി കൊടുത്താൽ കുഴപ്പമാകും. എനിക്ക് ആ ഷായ സംശയം. ബാംഗ്ലൂരുകാരൻ്റെ കൊട്ടേഷൻ ഏറ്റത് ഷായ. ശക്തിയെ വിളിച്ചിട്ട് കിട്ടിയോ? ഹലോ. ശക്തിയുടെ ആ കുഴപ്പ വീടിന്റെ പോലീസ് പിടിച്ചോണ്ടായി, ആർക്കറിയോ? ഒന്ന് പാറി വാവട്ടെ. നീ വേഗം വന്നേ പറ്റൂ. ലോക്ക് ചെയ്തോ? എന്താടാ ആരത്? ഇതെന്നെ വഴി തെറ്റി വന്നാണോ? സാറേ, ഇത് ബാലഭവനല്ല, സബ് ജയിലാ. എങ്ങനെ ഇതിനകത്ത് കയറി? ചിലപ്പോ ഇടയ്ക്കൂടെ കയറി. ഒരു മിനിറ്റ്. അങ്ങനെയല്ല, ഞാൻ കാണിക്കാം. 1 2 3 4 1 അടി. അതാരാന്നറിയോ? ഏഴിമല വിനായകനാ. വെട്ടി തുണ്ടവാക്കി കളയും. എമൗണ്ട് വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഏറ്റു. താങ്ക് യു. ശരി എന്നാ, ഓക്കെ, കാണാം. ഇത് നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. പിന്നെ നോക്കിയും കണ്ടും വേണം. ഇതിലാരാടാ മാധവേട്ടനെ തീർത്തത്? നീ ആരാ? ശക്തി. ശക്തിവേൽ. മോനെ ശക്തി, കാര്യങ്ങളൊക്കെ ഷായ്ക്ക് മനസ്സിലായി. ഗൗഡ പറഞ്ഞത് കാശ് വാങ്ങാനാ, അല്ലാതെ കുത്തിക്കീറാനല്ല. പിന്നെ ആരാടാ കുത്തിയത്? ഡാന്നോ? നീ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ അനിയൻ ചെന്ന് അന്വേഷിക്ക്. ഞാൻ ഇവിടെ തന്നെ കാണും. പോയിട്ട് വാ മോൻ, ചെല്ല്. ഇതിന്റെ പിന്നിൽ ഇനി നിനക്കെന്തെങ്കിലും കൈയുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. തവക്കുള ഷാജിയുടെ വീട് ചോദിച്ചാൽ മതി. എല്ലാം എടുത്തല്ലോ അല്ലേ? അതെ, ഓട്ടോ എടുക്കാം, നമുക്ക് അങ്ങോട്ട് പോവാം. സോറി സോറി. എന്തിനാ ഓടുന്നേ? അവിടെ നിൽക്കാൻ. ടൗണിൽ വെച്ച് കിട്ടിയതാ ഇവനെ. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞാ മതി. എന്തിനാ മാധവേട്ടനെ കൊന്നേ? പറയടാ. ഓ,
അപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ? പറഞ്ഞു കൊടുക്കടാ, എന്തിനാ കുത്തി കയറ്റിയെന്ന്. പറയടാ, മാധവേട്ടനെ കൊന്ന് എങ്ങനെയാ? അവനെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയാം. എങ്ങനെയുണ്ട്? കലക്കി. ഇങ്ങനെ ഇവൻ ഇരുട്ട് തിന്ന വിനായകനല്ലെന്നൊരു മനുഷ്യൻ പറയില്ല. മുതലാളി, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളായുള്ളൂ. നീ പേടിക്കേണ്ട വാസു, ഈശ്വരൻ പോലും നീയാണ് കൊന്നതെന്നറിയില്ല. ഒക്കെ അവന്റെ തലക്കിരിക്കും, വിനായകന്റെ. പിന്നെ അച്ഛനെ കൊന്നവനോടുള്ള പക തീർക്കാൻ ഇന്ദു എന്റേതാവും. ഒപ്പം ആ കാണുന്ന പാറമുടി. എങ്ങനെ? കൊള്ളാം. എങ്ങനെ പിടിവീണ? എന്റെ വാസു, നീ ഇതങ്ങ് പിടിപ്പിച്ചേ. ഒറ്റ വലി, അതോടെ പേടിയെല്ലാം പമ്പടക്കും. അടിച്ചോ? നീ പേടിക്കണ്ടാ വാസു, എന്ത് കേസ് വന്നാലും ഞാനേറ്റു. പിന്നെ നീ മേനോച്ചനെ എങ്ങനെയാ കുത്തി വീഴ്ത്തുന്നതെന്ന് ഞാനൊന്ന് കണ്ടോട്ടെ. ഹരിക്കുട്ട, മേനോച്ചനായിട്ട് നിന്നു കൊടുത്തേടാ. പറഞ്ഞതുപോലെ മരുമകൻ അമ്മാവന്റെ നാഭി കുത്തിക്കരുന്നത് ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഇത് വെറും റിഹേഴ്സലാണ്. ടേക്ക് നമുക്ക് അവിടെ. ആക്ഷൻ. നാട്ടുകാരെ ഓടി വരണേ, എന്റെ അളിയന് വിനായകൻ കുത്തി. ഓടി വരണേ അളിയ, മാധവനളിയ. ക്ഷമിക്കണം ശക്തി, ഇവൻ അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി. സംഭവിച്ചു പോയതാ. നിനക്ക് ഞാൻ എന്തു വേണേലും തരാം. താഴെയിട്. മോനെ ഇവിടെ.
എല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ടിയുള്ളൂ. അമ്മയുൾപ്പെടെ നിങ്ങളെല്ലാവരെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് കിട്ടിയ ശിക്ഷയാവാം ഈ ജയിൽവാസം. ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ കണ്ട കണ്ണുകളിൽ പരിഹാസവും സഹതാപമായിരുന്നു. ആർക്ക് വേണം സഹതാപം? എന്നെ കണ്ട് കളിയാക്കുന്നവർ എൻ്റെ നിഴല് കണ്ടാൽ പോലും ഭയം നോടണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു. തെറ്റാവാം. ഒരർത്ഥത്തിൽ ദൈവം തന്നെ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുത്തനെ ഇങ്ങോട്ട് പറഞ്ഞുവിടുമോ? കുട്ടിക്കാലത്ത് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് കൊതിപ്പിച്ച് ഇന്ദുവിനെ എൻ്റെ മനസ്സിൽ കയറ്റി. വലുതായപ്പോൾ അവളുടെ ഇഷ്ടോട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. അത് വിനായകൻ ചെയ്ത മറ്റൊരു തെറ്റ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ എന്നെ ചതിച്ചില്ലല്ലോ. എടാ കൊച്ചുതമ്മാടി, കഴിഞ്ഞു നിന്റെ പ്രസംഗം. കിഴക്കൻ മഠം പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ നിന്റെ കല്യാണം നടത്തും. അതെടാ, നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന പെണ്ണിവിടെ ഉണ്ട്. ഇന്ദു, എന്തെങ്ങനെ നോക്കണേ? ഇവളെ കൊച്ചേട്ടന്റെ പെണ്ണ്. ഇവക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ. പക്ഷേ അതറിയാൻ ഞങ്ങൾ ഏറെ വൈകി. കള്ളിയാ ഇവള്. എന്റെ അടുത്ത് പോലെ കാര്യം മറച്ചു വെച്ചു. ഇവളുടെ അച്ഛനെ അമ്മയും നീ അറിയും. ചേട്ടാ, ഇതാ ശരി, കൺഫേം ചെയ്തു. ഓക്കെ പറഞ്ഞൂടെ?